എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ രാജീവേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്കൂട്ടറിലാണ് പോകുന്നത്. രാജീവേട്ടൻ്റെ വീട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 5-6 കിലോമീറ്റർ 8 കിലോമീറ്റർ കാണുമായിരിക്കും. കാത്തുകൊണ്ട് ഞങ്ങൾ 4 കൂടാണ്. അപ്പം നമ്മുടെ കൂടെ വേറെ ആളും നമ്മുടെ ഇതിനെ കൊടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പോയാണ് ആ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ചൈത്രം ആനയെ കണ്ട്. ചൈത്ര ആന എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം, എല്ലാ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. പക്ഷേ വലിയ വലിയ അമ്പലങ്ങളിലേക്ക് എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന ചൈത്രം അച്ചു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് വെച്ച് അച്ചുവിൻ്റെ ഉടമസ്ഥൻ്റെ വീട് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ ഉടമസ്ഥനാണ് ആ കാറിൽ വരുന്നത്. അപ്പം ഇതിനെ കൊണ്ടുവന്ന് രാജുവിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ അവർക്ക് കുറച്ച് പറമ്പുണ്ട്. ആ പറമ്പിൽ വൈകുന്നേരത്ത് കുറച്ച് നേരം കെട്ടാനൊക്കെ ആയിട്ടാണ് അവർ അവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയാണ് ഇത്. റോഡെല്ലാം മോശമാണ്. റോഡൊക്കെ ശരിയാക്കുന്നതേ ഉള്ളൂ. പണ്ട് ഞാൻ നിന്ന് സ്കൂളിൽ പോകുന്നതല്ല. കാത്തിൻ്റെ പ്രഗ്നൻ്റായിട്ട് സമയത്ത് 1 കിലോമീറ്റർ ഉണ്ട് ബസ് ഇറങ്ങി റോഡിൽ കൂടെ തന്നെയായിരുന്നു. കുറേ ദൂരം വരെ വേറെ ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു ഈ റോഡിലൂടെ. ചില ദിവസം രാജുവേട്ടൻ പിന്നെ വർഷത്തിൽ പണിയുള്ള ദിവസമാണെങ്കിൽ നല്ല കുറേ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന സമയത്തുള്ള ആദ്യം 1 വയസ്സൊക്കെ ആയപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാണ് ഇങ്ങനെ നമ്മൾ രാജുവേട്ടൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇങ്ങോട്ട് ചെന്നാൽ രാജുവേട്ടൻ്റെ വീട് ഞാൻ ഇങ്ങോട്ട് വരാറായത് തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. മുന്നോട്ടാണ് പോകുന്ന വഴിക്ക് ഞങ്ങളാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയെ കണ്ട്. അമ്മയപ്പം ചോദിക്കുക എവിടെ പോവാ, ഓണത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വണ്ടി നിർത്തി അവരോട് സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞ് പപ്പിയെ കൊടുക്കാൻ വന്നതാണ് പറഞ്ഞ് ഞങ്ങൾ ഇതാണ് നമ്മുടെ പപ്പിക്കുട്ടനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെയും പോവാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ചെന്നിട്ട് മേപ്പോട്ട് റോഡുണ്ട്. ആ റോഡിൽ കൂടെ ചെല്ലുന്നതാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഇവിടെ ഒരു കടയുണ്ട്. അതല്ല വേസ്റ്റൊക്കെ ഇടുന്ന പഞ്ചായത്തിൻ്റെയാണ് കടയാണ്. ഈ കടയിൽ അവിടെ നിന്ന് മേപ്പോട്ട് കിടക്കുന്ന റോഡാണ് രാജുവേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കയറി ചെല്ലുന്നത് രാജുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ളതെല്ലാം രാജുവേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് എല്ലാം രാജുവേട്ടൻ്റെ ബന്ധുക്കളാണ് ഉള്ളത്. രണ്ട് സൈഡൊക്കെ കേരളത്തിലാണ്. അപ്പം ഇവിടെ തൊട്ടാണ് രാജുവേട്ടൻ ഇവിടായിരുന്നു മാമൻ്റെ വർഷമൊക്കെ. ഇതൊക്കെ വേറെ വീടാണ്. ഇതൊക്കെ മേടിച്ചതാണ്. മാമൻ്റെ വസ്തു വരുന്നത് കൊടുത്ത് പിന്നെ വേറെ ആൾ വന്ന് മേടിച്ചതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് കൊണ്ട് കയറി ചെന്ന് വളമങ്ങോട്ട് കയറുന്നത് രാജുവേട്ടൻ്റെ വീടാണ്. നമ്മുടെ വീട്ടിൽ എത്തി. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടു നിർത്തി ഇവിടെ ഇറങ്ങുന്നത് രാജുവേട്ടൻ്റെ വീടിൻ്റെ വീട്ടാണ്. റോഡിനോട് ചേർന്ന് തന്നെയാണ് രാജുവേട്ടൻ്റെ വീടിൻ്റെ ഇതാണ് രാജുവേട്ടൻ്റെ വീട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അച്ഛൻ ആലയിലുണ്ട്. അച്ഛൻ്റെ പണിയെന്ന് പറയുന്നത് ആലപ്പണിയാണ്. പിന്നെ അല്ലാതെ പണിക്ക് പോകും. ഇവിടെയും മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അച്ഛൻ ആലയിലിരുന്ന് പത്താളും വാക്കത്തി എന്നൊക്കെ പറയത്തില്ലേ, വെട്ടിരുമ്പ്, ഞങ്ങൾ വെട്ടിരുമ്പെന്ന് പറയും. അത് പണിയും പിന്നെ നമ്മുടെ പിച്ചാത്തി, കറിക്കരിയുന്ന പിച്ചാത്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ മമ്മട്ടി, കൂന്താലി ഇതെല്ലാം ശരിയാക്കുന്നതാണ്. അപ്പോൾ അച്ഛന് കൊണ്ടുവന്ന് പട്ടിക്കുഞ്ഞിനെ നമ്മുടെ പപ്പീസിനെ കൊണ്ട് അച്ഛനെ ഏൽപ്പിച്ച്. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പീസ് ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ കൊടുക്കണമെന്ന്. ഏൽപ്പിച്ച്. അപ്പോൾ ഇവിടെ ആദ്യം പിണങ്ങി ഇപ്പോൾ ആദ്യക്ക് കൊടുക്കണം. അങ്ങനെ ആദ്യമാണെങ്കിൽ പപ്പീസിനെ മേടിച്ച് പിണങ്ങി എന്ന് ആദ്യം പിന്നെ അച്ഛൻ പപ്പിയെ കൊടുത്ത് അങ്ങനെ ആദ്യം കൊണ്ടുകൊടുക്കുക. നമ്മുടെ കൊടുക്ക ചിരിയുള്ളായിരുന്നു. ഇപ്പം അവന് വളർന്നിട്ടുണ്ട് കേട്ടോ. പപ്പീസിനെ കൊടുത്ത് അതിന് സന്തോഷമായി അച്ഛൻ്റെ കൊടുത്തപ്പോഴത്തേന് ചോറിനും എണ്ണയും ചോറും കൂടെ കൊടുത്താൽ വീട്ടിലേക്ക് ഇരുന്ന് നമ്മള്
മീനൊന്നും കൊടുക്കല്ലേ. അച്ഛൻ പപ്പിയെ നോക്കുകയാണ്. ഉപ്പ് കൊടുക്കല്ലേ, പഞ്ചസാര താല്പര്യം. അപ്പം വെള്ളം എല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്ന ആയതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കാഞ്ഞത്. ഇത് നല്ല, എനിക്കിതിനെ നല്ല ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മാളുവിൻ്റെ കളറാണ് ഈ പട്ടി കുഞ്ഞ്. അങ്ങനെ നമ്മൾ പപ്പിയൊക്കെ കൊടുത്ത് കുറച്ച് അമ്മ പിന്നെ കാപ്പിയൊക്കെ ഇട്ടുതന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അച്ഛൻ പപ്പിക്കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പപ്പിക്കുഞ്ഞിനെയൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പപ്പിക്കുഞ്ഞിൻ്റെ കുറേ നേരം ഇരുന്ന് കളിയൊക്കെ കണ്ട്. ഇതാണ് രാജുവേട്ടൻ്റെ വീടാണ്. ഇതിൻ്റെ അകമൊക്കെ ഒരു ദിവസം കാണിക്കാം. അവനോട് പറയണം അതെടുത്തോണ്ടോ ഇതെടുത്തോണ്ട് ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. ഇത് ഈ വീട് ഞങ്ങൾക്ക് തന്നെയുള്ള വീടാണ്. നമ്മൾ പപ്പീസ് കളിച്ചത് അവനെ എവിടെ കൊണ്ടിട്ടാലും പിന്നെയും നമ്മുടെ അടുത്ത് വരുവേ. അവൻ വേറെ വീട്ടിൽ പരിചയമൊന്നും ഉണ്ടായിരിക്കാം നമ്മളോട് അടുത്ത് തന്നെ തിരിച്ചു വരുവാണ്. അവനെ വേറെ അവൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അവനെ എടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അപ്പോഴത്തേന് ആലയിൽ കയറിയിട്ടുണ്ട്. ആലയിലാണെങ്കിൽ അപ്പൂപ്പനെ സഹായിക്കാനായിട്ട് കയറിയതാണ് ആദ്യം. ആദ്യയുടെ വിചാരം ആദ്യമായിരിക്കും കറക്കുന്നത്. അപ്പൂപ്പനോട് കറക്കുന്നത്. പപ്പീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാവം കൂട്ട് കുഞ്ഞേ. ഒരു എന്തോ പറയുക, അവനെ കണ്ടാല് അതേപോലെ ഗുണ്ടുമണിയാണ് അവന്. അപ്പൂപ്പൻ അവിടെ നിന്ന് കമ്പിയിട്ട് പിടിച്ചിട്ടാണ് അപ്പൂപ്പനാ കറക്കുന്നത്. അവൻ്റെ കറക്കം കണ്ടാ ഇവനാ കറക്കുന്നതെന്ന് തോന്നുന്നു. അതേ രീതിയിലാണ്. കുഞ്ഞിലേ ഇതുപോലായിരുന്നു. ആദ്യം ഇവിടെ വന്നാൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കണ്ടോ, ഇത് അവിടുത്തെ മരവാഴയാണ്. മരത്തിലുണ്ടാകുന്ന വാഴയാണ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വാഴ അവിടെ മരത്തിൽ തേക്കയിൽ നിന്ന് ഇളകി വീണത് അതുകൊണ്ട് നട്ടയാണ്. നല്ല ഓർക്കിഡ്, മര ഓർക്കിഡ് എന്ന് പറയും. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. ബൈ. ഇവിടെ ചുമ്മാ കൊടുത്ത്